ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ പരീക്ഷ അടുത്തു കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ നമുക്കൊന്ന് വൃത്തിക്ക് എന്ത് ചെയ്തേക്കാം, നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്. ആ ക്ലാസ് എടുത്തത് കൂടാതെ അതിൻ്റെ ആശയവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും മാത്രം എന്ത് ചെയ്യുന്നു നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ആ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളിലേക്ക് എല്ലാ കുട്ടികൾക്കും ഇതിനകത്തേക്ക് സ്വാഗതം പറയുന്നു. പരീക്ഷ ഏറ്റവും ഗംഭീരമായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. ആദ്യത്തെ പാഠത്തിൻ്റെ പേര് സാന്ദ്ര സൗഹൃദം എന്നായിരുന്നു. സെറ്റാണല്ലോ. ആദ്യ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? സാന്ദ്ര സൗഹൃദം എന്നാണ്. ആ പാഠഭാഗത്തിൻ്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്തൊക്കെയായിരുന്നു പാഠഭാഗത്തിൻ്റെ ആശയം? പാഠസംഗ്രഹം. കുചേലനും കൃഷ്ണനും തമ്മിലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലേ, അവർ രണ്ടുപേരും പഴയകാല കൂട്ടുകാരായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം കൃഷ്ണൻ രാജാവാവുകയും കുചേലൻ ദരിദ്രനായിട്ടുള്ള ഒരു സാമൂഹിക അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയ സമയത്ത് ഈ ദരിദ്രനെന്നോ ബ്രാഹ്മണനെന്നോ വ്യത്യാസമില്ലാതെ ഇവരുടെ സൗഹൃദം എന്ത് ചെയ്യുന്നു, ഇവർ ദൃഢമായിട്ട് ആലോചിക്കുന്നു. ആ സമയത്ത് കൃഷ്ണൻ്റെ ഓർമ്മകളിലേക്ക് വന്ന ആ ചിന്തകളാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ കുചേലനുമായിട്ട് സംസാരിച്ച ആ വിഷയങ്ങളാണ്, പഴയകാല ഓർമ്മകളാണ് എന്ത് ചെയ്യുന്നത് ഈ പാഠഭാഗത്തിലൂടെ പങ്കുവെക്കുന്നത്. നോക്കുക, കുചേലനെ കണ്ടപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൃഷ്ണൻ ഓർമ്മിക്കുന്നതാണ് നമ്മുടെ സന്ദർഭം. കുചേലനെ കണ്ടപ്പോൾ ഏത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്? നമ്മുടെ സ്കൂളാണോ? അല്ല, ഗുരുകുല വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൃഷ്ണൻ ഓർമ്മിക്കുന്നതാണ് ഈ സന്ദർഭം എന്ന് പറയുന്നത്. പണ്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ സാഹസത്തോടെ കഴിഞ്ഞതും ആദരവോടുകൂടി നമ്മൾ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും ദൃഢമായ സൗഹൃദ ബന്ധം നമ്മളിൽ ഉണ്ടായതും ശ്രേഷ്ഠനായ അങ്ങ് മറന്നിട്ടില്ലല്ലോ എന്ന് കൃഷ്ണൻ ആരോട് പറയുന്നു? കുചേലനോട് പറയുന്നതാണ്. ഓക്കെ, വരികളെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഗദ്യരൂപത്തിലേക്ക് മാറ്റിയാണ് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. പണ്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ സാഹസത്തോടെ കഴിഞ്ഞതും ആദരവോടുകൂടി നമ്മൾ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും ദൃഢമായ സൗഹൃദ ബന്ധം നമ്മളിൽ ഉണ്ടായതും ശ്രേഷ്ഠനായ അങ്ങ് മറന്നിട്ടില്ലല്ലോ. ഒരിക്കൽ നാം എല്ലാവരും ഗുരുപത്നിയുടെ ആജ്ഞ അനുസരിച്ച് വിറകില്ലാഞ്ഞിട്ട് കൊടുങ്കാട്ടിൽ പോയതും വിറകൊടിച്ച് കെട്ടിവെച്ചപ്പോൾ സൂര്യൻ അസ്തമിച്ചതും കൂരിരുട്ടും പെട്ടെന്നുണ്ടായ പെരുമഴയും കൊടുങ്കാറ്റും എല്ലാം കൂടി ആയപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർന്നതും തപ്പിത്തടഞ്ഞ് നാം എല്ലാവരും ഒരുമിച്ചതും കാറ്റത്ത് പറന്നു പോകുമെന്ന് കരുതി നമ്മൾ തുരങ്കത്തിൽ ഒളിച്ചതും പേടികൊണ്ട് അന്യോന്യം കൈകൾ കോർത്തു പിടിച്ചതും പിന്നീട് സൂര്യൻ ഉദിച്ചതും നീ മറന്നിട്ടില്ലല്ലോ. അങ്ങനെ ഇവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു സംഭവം? ഗുരുപത്നിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇവരെന്ത് ചെയ്തു? വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. അങ്ങനെ വിറക് ശേഖരിച്ച് നടന്നു പോകുന്ന സമയത്ത് സമയം പോയത് ഇവരറിഞ്ഞില്ല. സമയം പെട്ടെന്ന് എന്ത് ചെയ്തു? സന്ധ്യയായി മാറി. സന്ധ്യ ആയത് പോട്ടെ, പെട്ടെന്ന് വല്ലാത്ത മഴക്കോറ് വന്നു. നല്ല മഴ പെയ്യാൻ തുടങ്ങി, ഇടിയും മിന്നലടിക്കാൻ തുടങ്ങി. ആകെ ചെറിയ കുട്ടികളാണ്. ഇവരാകെ പരിഭ്രാന്തരായ കൃഷ്ണനും കൂട്ടരും ഒരു ഗുഹക്കകത്തേക്ക് എന്ത് ചെയ്തു? അഭയം തേടിപ്പോകുന്ന ഒരു രംഗം. അതും കുചേല നീ മറന്നു പോയിട്ടില്ലല്ലോ എന്ന് കൃഷ്ണൻ ആരോടാ ചോദിക്കുന്നത്? കുചേലനോടാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, ഒരിക്കൽ നാം എല്ലാവരും ഗുരുപത്നിയുടെ ആജ്ഞ അനുസരിച്ച് വിറകില്ലാഞ്ഞിട്ട് കൊടുങ്കാട്ടിൽ പോയതും വിറകൊടിച്ച് കെട്ടിവെച്ചപ്പോൾ സൂര്യൻ അസ്തമിച്ചതും കൂരിരുട്ടും പെട്ടെന്നുണ്ടായ പെരുമഴയും കൊടുങ്കാറ്റും എല്ലാം കൂടി ആയപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർന്നതും തപ്പിത്തടഞ്ഞ് നാം എല്ലാവരും ഒരുമിച്ചതും കാറ്റത്ത് പറന്നു പോകുമെന്ന് കരുതി നമ്മൾ ഒരു തുരങ്കത്തിൽ ഒളിച്ചതും ഒരു ഗുഹക്കകത്തേക്ക് ഒളിച്ചുപോയതും പേടി കൊണ്ട് അന്യോന്യം കൈകൾ കോർത്തു പിടിച്ചതും പിന്നീട് സൂര്യൻ ഉദിച്ചതും കുചേല നീ ആ സംഗതികളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് കൂട്ടുകാരനായ കുചേലനോട് കൃഷ്ണൻ ചോദിക്കുന്നതാണ് ഈ സന്ദർഭം. എന്നിട്ടോ സന്ധ്യയായിട്ടും നമ്മളെ കാണാഞ്ഞിട്ട് പത്നിയോട് ഗുരു കോപിച്ചതും അതീവ ദുഃഖിതനായി പ്രഭാതത്തിൽ നമ്മൾ അന്വേഷിച്ച് പുറപ്പെട്ടതും അപ്പോൾ തണുത്തു വിറച്ച് പേടിച്ച് വിറകും കൊണ്ട് ഗുരുവിൻ്റെ അരികിൽ നമ്മൾ ചെന്നതും ആ കാല് വീണ് നമസ്കരിച്ചതും നീ ഓർക്കുന്നില്ലേ? ഈ സന്ധ്യാസമയമായിട്ടും നമ്മൾ തിരിച്ചു വരാഞ്ഞിട്ട് ഗുരു ആകെ വിഷമത്തിലായി. ഗുരു എന്ത് ചെയ്തു? ഈ സമയത്ത് അല്ലെങ്കിൽ കുട്ടികളെ വിറകിന് അയച്ചതിൻ്റെ പേരിൽ ആരുമായിട്ട് കലഹമുണ്ടാക്കി, ഭാര്യയെ വല്ലാതെ വഴക്ക് പറഞ്ഞു. അതിനുശേഷം മക്കളെ അന്വേഷിച്ച്, തൻ്റെ ഗുരുകുലത്തിൽ പഠിക്കാൻ വന്ന മക്കളെ അന്വേഷിച്ച് ആ ഗുരു
ഗുരു സാന്ദീപനി മഹർഷി കാട്ടിലേക്ക് വരികയും കാട്ടിൽ വെച്ച് ഇവരെ കാണുകയും കണ്ടപാടെ ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിയതും നീ ഓർക്കുന്നുണ്ടോ കുചേല എന്ന് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? കുചേലനോട് ചോദിക്കുന്നു. ഗുരു കടാക്ഷം, ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ജന്മസാഫല്യം. നന്മ നമുക്കത് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ജന്മസാഫല്യം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം തന്നെയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളതും അത് തന്നെയാണ് എന്ന് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഓർമ്മിപ്പിക്കുന്നിടത്ത് പാഠഭാഗം തീരുന്നു. സെറ്റാണോ? പാഠത്തിൻ്റെ ആശയം സെറ്റാണോ? ഒറ്റ തവണ കൂടി ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. കുചേലനെ കണ്ടപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൃഷ്ണൻ ഓർമ്മിക്കുന്നതാണ് സന്ദർഭം. പണ്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ സാഹസത്തോടെ കഴിഞ്ഞതും ആദരവോടുകൂടി നമ്മൾ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും ദൃഢമായ സൗഹൃദ സംബന്ധം നമ്മളിൽ ഉണ്ടായതും ശ്രേഷ്ഠനായ അങ്ങ് മറന്നിട്ടില്ലല്ലോ. ഒരിക്കൽ നാം എല്ലാവരും ഗുരുപത്നിയുടെ ആജ്ഞ അനുസരിച്ച് വിറകില്ലാഞ്ഞിട്ട് കൊടുങ്കാട്ടിൽ പോയതും വിറകൊടിച്ച് കെട്ടിവെച്ചപ്പോൾ സൂര്യൻ അസ്തമിച്ചതും കൂരിരുട്ടും പെട്ടെന്നുണ്ടായ പെരുമഴയും കൊടുങ്കാറ്റും എല്ലാം കൂടിയായപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർന്നതും തപ്പിത്തടഞ്ഞ് നാം എല്ലാവരും ഒരുമിച്ചതും കാറ്റത്ത് പറന്നു പോകുമെന്ന് കരുതി നമ്മൾ തുരങ്കത്തിൽ ഒളിച്ചതും പേടികൊണ്ട് അന്യോന്യം കൈകൾ കോർത്തു പിടിച്ചതും പിന്നീട് സൂര്യൻ ഉദിച്ചതും മറന്നിട്ടില്ലല്ലോ എന്നെന്ത് ചെയ്യുന്നു? ഇവിടെ സൂചിപ്പിക്കുന്നു. സന്ധ്യയായിട്ടും നമ്മളെ കാണാഞ്ഞിട്ട് പത്നിയോട് ഗുരു കോപിച്ചതും അതീവ ദുഃഖിതനായി പ്രഭാതത്തിൽ നമ്മൾ അന്വേഷിച്ച് പുറപ്പെട്ടതും അപ്പോൾ തണുത്തു വിറച്ച് പേടിച്ച് വിറകും കൊണ്ട് ഗുരുവിൻ്റെ അരികിൽ നമ്മൾ ചെന്നതും ആ കാലിൽ വീണ് നമസ്കരിച്ചതും ഓർക്കുന്നില്ലേ? ഗുരു കടാക്ഷം കൂടാതെ ആർക്കും ജന്മസാഫല്യം വരികയില്ല, നന്മ നമുക്കത് മാത്രമേ ഉള്ളൂ എന്ന് ആര് സൂചിപ്പിക്കുന്നു? നമ്മുടെ കൃഷ്ണൻ കുചേലനോട് പറയുന്നു. സെറ്റാണല്ലോ, സെറ്റാണല്ലോ. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 2 ചോദ്യം നമുക്ക് പരിചയപ്പെട്ടേക്കാം. സാന്ദ്ര സൗഹൃദം എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം? സാന്ദ്ര സൗഹൃദം എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാമായിരുന്നു? സൗഹൃദത്തിൻ്റെ ദൃഢതയെയും അത് ജീവിതത്തിന് നൽകുന്ന നിറവിനെയും കുറിക്കാൻ സാന്ദ്ര സൗഹൃദം എന്ന പ്രയോഗത്തിന് കഴിയുന്നു. സൗഹൃദത്തിൻ്റെ ദൃഢതയെയും അത് ജീവിതത്തിന് നൽകുന്ന നിറവിനെയും കുറിക്കാൻ സാന്ദ്ര സൗഹൃദം എന്ന പ്രയോഗത്തിന് കഴിയുന്നു. കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ദൃഢതയാണ് പാഠഭാഗത്തിൻ്റെ അന്തർധാര. എന്താണ്? കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ദൃഢതയാണ് പാഠഭാഗത്തിൻ്റെ അന്തർധാര അടിസ്ഥാനം. ജീവിതത്തിൻ്റെ വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും, ജീവിതത്തിൻ്റെ വിപരീത ധ്രുവം എന്ന് പറയുമ്പോൾ ഒരാൾ രാജാവാണ്, മറ്റാളെന്താണ്? ദരിദ്രനാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും അവർക്കിടയിൽ സൗഹൃദത്തിൻ്റെ തെളിമ നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ പരസ്പര സ്നേഹത്താൽ ബന്ധിതമായ നിസ്വാർത്ഥമായ സ്നേഹമാണ് അവരുടേത്. അവിടെ ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ അധിപനോ കുചേലൻ ദരിദ്ര ബ്രാഹ്മണനോ അല്ല. ഇങ്ങനെ ഉപാധികളില്ലാതെ ഭേദഭാവങ്ങളില്ലാതെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ മാത്രം. അതുകൊണ്ടാണ് സാന്ദ്ര സൗഹൃദം എന്ന പേര് ഈ പാഠഭാഗത്തിന് വളരെയധികം യോജിക്കുന്നത്. സെറ്റാണോ? ഒറ്റ തവണ കൂടി കേൾക്കുക. അതിനകത്ത് എന്ത് ചെയ്യും? ഈ ഉത്തരം നിങ്ങൾക്ക് സെറ്റാവും. നോക്കിക്കേ. സൗഹൃദത്തിൻ്റെ ദൃഢതയെയും അത് ജീവിതത്തിന് നൽകുന്ന നിറവിനെയും കുറിക്കാൻ സാന്ദ്ര സൗഹൃദം എന്ന പ്രയോഗത്തിന് കഴിയുന്നു. കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ദൃഢതയാണ് പാഠഭാഗത്തിൻ്റെ അന്തർധാര. ജീവിതത്തിൻ്റെ വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും അവർക്കിടയിൽ സൗഹൃദത്തിൻ്റെ തെളിമ നിറഞ്ഞു നിൽക്കുന്നു. പരസ്പര സ്നേഹത്താൽ ബന്ധിതമായ നിസ്വാർത്ഥമായ സ്നേഹമാണ് അവരുടേത്. അവിടെ ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ അധിപനോ കുചേലൻ ദരിദ്ര ബ്രാഹ്മണനോ അല്ല. ഉപാധികളില്ലാതെ ഭേദഭാവങ്ങളില്ലാതെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ മാത്രം. സെറ്റാണല്ലോ? ഈ ചോദ്യം ഉത്തരം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിനകത്തേക്ക് കയറ്റി വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. കുചേലനെ കണ്ടപ്പോൾ കൃഷ്ണനിലുണ്ടായ ഓർമ്മകൾ എന്തെല്ലാം? കുചേലനെ കണ്ടപ്പോൾ കൃഷ്ണൻ എന്തെല്ലാമോ കാര്യങ്ങൾ ഓർമ്മിച്ചു. ആ ഓർമ്മിച്ചത് തന്നെയാണ് പാഠസംഗ്രഹത്തിനകത്ത് മുഴുവൻ വന്ന സാധനങ്ങളും. അപ്പോൾ അത് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ പോയിന്റ് മാത്രമായിട്ട് എന്ത് ചെയ്യാം? മക്കളുടെ കയ്യിലേക്ക് തരാം. അതിനെ വേഗം എന്ത് ചെയ്യുക? നിങ്ങളെടുത്ത് ആ രൂപത്തിലേക്ക് മാറ്റി മനസ്സിലാക്കി വെച്ചോളുക. എന്തൊക്കെയായിരുന്നു? സാന്ദീപനി ഗൃഹത്തിലെ ഒന്നിച്ചുള്ള താമസം. സാന്ദീപനി ഗൃഹത്തിൽ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സാഹസത്തോടെ ഒരുമിച്ച് കഴിഞ്ഞത് ഓർക്കുന്നില്ലേ എന്ന രൂപത്തിലേക്കാണ് നിങ്ങൾ ഈ സാന്ദീപനി ഗൃഹത്തിലെ ഒന്നിച്ചുള്ള താമസം എന്ന പോയിന്റിനെ മാറ്റേണ്ടത്.
സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, തമ്മിൽ ഗാഢമായ സൗഹൃദം. അവർ തമ്മിൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂട്ടുകാർക്കിടയിൽ ഉണ്ടായ ഗാഢമായ സൗഹൃദത്തെക്കുറിച്ചും ആര് ഓർമ്മിപ്പിക്കുന്നു? കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു. വിറക് ശേഖരിക്കാനായി ഒരുമിച്ച് കാട്ടിൽ പോയത് ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. നമ്മളെല്ലാവരും ഗുരു പത്നിയുടെ നിർദ്ദേശമനുസരിച്ച് വിറക് ശേഖരിക്കാൻ വേണ്ടി ഒരുമിച്ച് കാട്ടിൽ പോയത് നീ ഓർക്കുന്നില്ലേ? അങ്ങനെ കാട്ടിൽ പോയി വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് സന്ധ്യയായതും പെട്ടെന്ന് മഴ വന്നതും ഇതെല്ലാം സംഭവിച്ച സമയത്ത് ഗുഹക്കകത്തേക്ക് അന്യോന്യം കൈകൾ കോർത്ത് നമ്മൾ പ്രതിസന്ധിയെ അതിജീവിച്ചത് നമ്മുടെ സൗഹൃദം കൊണ്ട് മാത്രമാണ്. അന്ന് ആ പേടിയെ നമ്മൾ എന്ത് ചെയ്തതു? ഇല്ലാതാക്കിയത്. അതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം, നമ്മളെ തേടി വന്ന ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മളെല്ലാവരും ഒരുമിച്ച് നേടിയതും നീ ഓർക്കുന്നില്ലേ എന്ന് ആര് ചോദിക്കുന്നു? കൃഷ്ണൻ കുചേലനോട് ചോദിക്കുന്നു. ഇതൊരു പാരഗ്രാഫിലേക്ക് മാറിയില്ലേ? നമ്മൾ പോയിന്റാണ് എഴുതിയിരിക്കുന്നത്. സാന്ദീപനി ഗൃഹത്തിലെ ഒന്നിച്ചുള്ള താമസം, തമ്മിൽ ഗാഢമായ സൗഹൃദമുണ്ടായത്, വിറക് ശേഖരിക്കാനായി ഒരുമിച്ച് കാട്ടിൽ പോയത്, രാത്രി കൂരിരുട്ടിൽ ഊഹിച്ചെടുത്ത് ഒരുമിച്ചത്, അന്യോന്യം കൈകൾ കോർത്ത് പ്രതിസന്ധിയെ അതിജീവിച്ചത്, ഗുരുവിൻ്റെ അനുഗ്രഹം ഒരുമിച്ച് നേടിയത്. ഇങ്ങനെ നമ്മൾ പോയിൻ്റാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ കൃത്യമായിട്ട് ഓർമ്മയിൽ വരികയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് ഒരു ഓർഡറും തെറ്റാതെ എഴുതി വെക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ ഉത്തരങ്ങളും പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളൊരു കാര്യം, നിങ്ങളത് പോയിൻ്റാക്കി വെക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ പോയിൻ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഓർമ്മയിൽ വരും, ഓർക്കാനും പറ്റും അല്ലേ? സാ താ വീ രാ ആ ഗു എന്ന് പറയുന്ന സാധനങ്ങൾ ഓർക്കുക, നമുക്ക് കൃത്യമായിട്ട് പോയിന്റ് വരും. കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ 4 മാർക്കിൻ്റെ ഉത്തരോ 6 മാർക്കിൻ്റെ ഉത്തരം എന്താ ആക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സൗഹൃദമാണ് കരുത്ത്. ഈ ആശയം പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൗഹൃദമാണ് കരുത്ത് എന്ന ആശയം പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഗുരുപത്നിയുടെ നിർദ്ദേശമനുസരിച്ച് ശ്രീകൃഷ്ണനും സുഹൃത്തുക്കളും വിറക് ശേഖരിക്കാനായി കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ആകസ്മികമായി പെയ്ത മഴയും കൊടുങ്കാറ്റും അവരെ ഭയപ്പെടുത്തി. കൈകൾ കോർത്തു പിടിച്ച് പരസ്പരം തണലായാണ് അവർ ആ പ്രതിസന്ധിയെ അതിജീവിച്ചത്. അവർക്ക് പരസ്പരം സഹായമായ കരുത്ത് സൗഹൃദമാണ്. ഗുരുപത്നിയുടെ നിർദ്ദേശമനുസരിച്ച് ശ്രീകൃഷ്ണനും സുഹൃത്തുക്കളും വിറക് ശേഖരിക്കാനായി കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ആകസ്മികമായി പെയ്ത മഴയും കൊടുങ്കാറ്റും അവരെ ഭയപ്പെടുത്തി. കൈകൾ കോർത്തുപിടിച്ച് പരസ്പരം തണലായാണ് അവർ ആ പ്രതിസന്ധിയെ അതിജീവിച്ചത്. അവർക്ക് പരസ്പരം സഹായമായ കരുത്ത് സൗഹൃദമാണ്. സെറ്റാണോ മക്കളെ? സെറ്റാണോ? അപ്പോൾ സാന്ദ്ര സൗഹൃദം എന്നുള്ള പാഠഭാഗത്തിൻ്റെ ആശയം, പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇപ്പം നിങ്ങളുടെ മനസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റായി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആ പാഠഭാഗം നിങ്ങൾ എന്ത് ചെയ്യില്ല? മറക്കൂല. ഇനി മറക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കുക. സെറ്റ്. അടുത്ത ക്ലാസ്സിലെ അടുത്ത പാഠമായിട്ട് മാഷ് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഓക്കെ, താങ്ക് യു.